എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇതിന് മുൻപ് ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കേക്കാണ് ഈ ഒരു കേക്ക്. ഈ ഒരു കേക്കിന് ഒരു പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 250 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിനി അതൊരു അടികട്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റ്സ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡേറ്റ്സും അതുപോലെ തന്നെ വെള്ളം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്കൊരു 80 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാകും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡേറ്റ്സിന് നല്ല മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാര നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ബട്ടറും അതുപോലെ പഞ്ചസാരയും ഡേറ്റ്സും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാടങ്ങ് ഇതുപോലെ പേസ്റ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയമായിട്ടിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇനി ഇടയ്ക്ക് കുറച്ച് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഇത് കേക്കിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. മൈദയോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ബേക്കിംഗ് പൗഡറും സോഡയും എല്ലാം കൂടി നന്നായിട്ട് കട്ടയില്ലാതെ ഈ ഒരു ഫ്ലോറിൽ മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസുകളൂടെ ചേർക്കുന്നുണ്ട്. സ്പൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പട്ട പൊടിച്ചത്, അതുപോലെ ജാതിക്ക, പിന്നെ ഗ്രാമ്പൂ, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റിൽ ഈ ഒരു കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൈസ് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ അല്ലാതെയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് ജാതിക്ക, ഇത്രയും കൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 മുട്ട വേണം. ഈ ഒരു മുട്ട എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ക്രീമി ആകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിക്സിയും എടുക്കാവുന്നതാണ്. മിക്സിയോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ എടുക്കാവുന്നതാണ്. നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ ഇത് ക്രീമി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഡേറ്റ്സിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു ഡേറ്റ്സിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തണുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടി കൂടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം ഒരുപാടങ്ങ് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ലോ സ്പീഡിലൊന്ന് കറക്കിയെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കേക്ക് ടിൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ടായിട്ടുള്ള കേക്ക് ടിന്നാണ്. അപ്പോൾ കേക്ക് ടിൻ 8 ഇഞ്ച്, 7 ഇഞ്ച്, 9 ഇഞ്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഓവനിലും ഓവനില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതുപോലെ കുക്കറിലോ സോസ് പാനിലോ ആണെന്നുണ്ടെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി ഈ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് തട്ടി കൊടുക്കാം. നമ്മളിവിടെ ഓവനിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് അണ്ടിപ്പരിപ്പോ നട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് മുകളിലൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേക്ക് ഒരു 30 മിനിറ്റ് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസം ആകുമ്പോഴാണ് ഒന്നുകൂടെ അടിപൊളി ടേസ്റ്റ് ആവുന്നത്. നല്ല
സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ഡേറ്റ്സിൻ്റെ കേക്കാണ്. അപ്പോൾ നമ്മളിതിന് മുൻപ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഞ്ചസാരയൊക്കെ കാരമലൈസ് ചെയ്തിട്ട് ഉള്ളൊരു കേക്കാണ്. ഇത് അതൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ കളറും ലൈറ്റ് ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ചേർത്താൽ ഒന്നുകൂടെ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്